മൂന്ന് മുന്നണികൾക്കും ഒരേപോലെ നിർണായകമാണ് നാളത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഫലം എങ്ങനെയായിരിക്കും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാന BJP-യിൽ മാറ്റത്തിന് ഇടയാകുമോ നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം? ആർ ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഫലം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളാണ് ആകാംക്ഷ ഉയരാൻ കാരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന സർക്കാരിനും LDF-നും ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തേണ്ടത് അനിവാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ നിന്ന് കരകയറാൻ ചേലക്കരയിൽ ജയിക്കുകയും പാലക്കാട് നല്ല വോട്ട് നേട്ടം ഉണ്ടാക്കുകയും ചെയ്തേ മതിയാകൂ. ചേലക്കരയിലെ വിജയം ഭരണവിരുദ്ധ വികാരം കുറഞ്ഞതിന്റെ തെളിവായി ചൂണ്ടിക്കാണിക്കാം. ഫലം മറിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിയും CPM നേതൃത്വവുമെല്ലാം പാർട്ടി സമ്മേളനകാലത്ത് വിചാരണ ചെയ്യപ്പെടാൻ ഇട നൽകും. ഇടക്കാലത്ത് പാർട്ടിയിൽ തലപൊക്കിയ നേതൃത്വത്തിനെതിരായ നീക്കങ്ങൾക്ക് വീണ്ടും ജീവൻ വെക്കുകയും ചെയ്യും. ഫലം മോശമായാൽ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനുള്ള ആത്മവിശ്വാസവും ചോരും. UDF-നും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏറെ നിർണായകമാണ്. സർക്കാർ വിരുദ്ധ വികാരം ശക്തമെന്ന് സ്ഥാപിക്കാൻ ചേലക്കരയിൽ അട്ടിമറി ജയവും പാലക്കാട് നല്ല ഭൂരിപക്ഷത്തിലുള്ള വിജയവും ഉണ്ടായേ മതിയാകൂ. ഇത് രണ്ടും സംഭവിച്ചാൽ പാർട്ടിയിലെ എതിർശബ്ദങ്ങളെ നിശബ്ദരാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ശക്തമായി മുന്നോട്ട് പോകാം. എന്നാൽ ചേലക്കരയിൽ തോൽക്കുകയും പാലക്കാട് നല്ല വിജയം നേടാനാകാതെ പോവുകയും ചെയ്താൽ VD സതീശന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഇപ്പോൾ തന്നെ സതീശിനെതിരെ പടയൊരുക്ക് നടത്തുന്ന പാർട്ടിയിലെ വിഭാഗങ്ങൾ അത് മികച്ച അവസരമാക്കി മാറ്റും. പാലക്കാട് ഭൂരിപക്ഷം കുറഞ്ഞാൽ സന്ദീപ് വാര്യരെ കൊണ്ടുവരാനുള്ള തീരുമാനം തിരിച്ചടിച്ചെന്ന പഴിയും കേൾക്കേണ്ടി വന്നേക്കാം. പാലക്കാട് BJP അട്ടിമറി നടത്തിയാൽ UDF-നകത്ത് വലിയ പൊട്ടിത്തെറിയായിരിക്കും ഉണ്ടാകുക. പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വയനാട് പോളിംഗ് കുറഞ്ഞത് ഭൂരിപക്ഷത്തിലും ഇടിവുണ്ടാക്കിയാൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ക്ഷീണമാകും. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം KPCC അധ്യക്ഷനെ മാറ്റാൻ ശ്രമിക്കുന്ന വിഭാഗത്തിന് ഇത് ആയുധമാകാനാണ് സാധ്യത. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം BJP സംസ്ഥാന നേതൃത്വത്തിനും ഏറെ നിർണായകമാണ്. പാർട്ടി രണ്ടാം സ്ഥാനത്തുള്ള A ക്ലാസ് മണ്ഡലത്തിൽ വിജയം നേടാനായാൽ അത് വമ്പൻ നേട്ടമാകും. തൃശൂർ ലോക്സഭാ സീറ്റിലെ വിജയത്തിന് പിന്നാലെ നിയമസഭയിലും അക്കൗണ്ട് തുറക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് വ്യക്തിപരമായും ഗുണം ചെയ്യും. എന്നാൽ പാലക്കാട് തിരിച്ചടി നേരിട്ടാൽ സ്ഥിതി വ്യത്യസ്തമാകാനാണ് സാധ്യത. ആർ ശ്രീജിത്ത്, 24 പാലക്കാട്.